ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാലും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതൻ നേരെ സത്യൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതാണോ വീടെന്ന് തന്നെ ഒരു സംശയത്തോടു കൂടി തന്നെയാണ് സത്യൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ സത്യൻ ചെറുതായിട്ടൊന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോൾ ഭൂമിയുടെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സത്യം നേരെ ഇറങ്ങി ചെന്നിട്ട് ഭൂമിജയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കണം. അതെ സർ, ഞാൻ ഭൂമിയുടെ അച്ഛൻ തന്നെയാണ്. വാ കയറി വരൂ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അച്യുതനാണെങ്കിൽ അവിടെ എങ്ങും ഇരിക്കാതെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അവിടെ ഇരിക്കുവോ? അങ്ങനെ ഭയത്തോടു കൂടി തന്നെ അച്യുതൻ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ അച്യുത പെട്ടെന്ന് വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല സാറേ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ്? അയ്യോ ഇല്ല സാറേ, ഒരാവശ്യത്തിനും വേണ്ടിയല്ല. സാറേക്കുറിച്ചേ മോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് സാറേ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. സത്യമാണോ? ഭൂമി എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അതെ സാറേ, ഭൂമി സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. നല്ലതാണോ ചീത്തതാണോ? അയ്യോ സാറേ, നല്ലത് മാത്രമാണ് ഭൂമി പറഞ്ഞിട്ടുള്ളത്. അതിന് ഭൂമി ആരെക്കുറിച്ചും ഒരു കുറ്റവും പറയാറില്ല സാറേ. അതാണ് ഭൂമി എന്ന് പറയാ. എനിക്കറിയാം ഭൂമിയെക്കുറിച്ച്. അവള് നല്ല മോള് തന്നെയാണ്. അശ്വതിനെ ഇവിടെ ഇരിക്കേ, ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സത്യൻ ചായ എടുക്കാൻ വേണ്ടി പോവുക. ആ സമയത്ത് അച്യുതൻ എണീറ്റ് ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കുക. കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കിയൊക്കെ തന്നെ ഇപ്പം മനസ്സിലായി അത് ഭൂമികയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണെന്ന് നമ്മുടെ അച്യുതനെ മനസ്സിലാകുകയും ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ നോക്കുക. ആ സമയത്താണ് ഒരു ഗ്ലാസ് ചായ ആയിട്ട് നമ്മുടെ സത്യം വരുന്നത്. അപ്പോൾ സത്യം പറയണം, ഇതാണ് എൻ്റെ മോള്. എന്നിൽ നിന്ന് അകന്നു പോയ എൻ്റെ മോള്. സാറിൻ്റെ മോളെ കാണാതായിട്ട് എത്ര വർഷമായി സാറേ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു 10-22 വർഷമായി അച്യുത എന്ന് പറയണം. 22 വർഷമായി അല്ലേ? അങ്ങനെയാണെങ്കിൽ കുട്ടി വലുതായി കാണും. അപ്പോൾ ഒരു 10-24 കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ സാറേ? തീർച്ചയായിട്ടും. പക്ഷെ സാറേ, കുഞ്ഞ് വലുതായി പോയില്ലേ? പിന്നെ എങ്ങനെയാ സാറേ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്? 2 അടയാളങ്ങളുണ്ട്. ഒരടയാളം അത് പറയാനായിട്ട് പറ്റില്ല, കാരണം ആ ഒരടയാളം പറഞ്ഞാലും നമുക്കത് കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു എംബ്ലം ഉള്ള ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വലുതായി പോയല്ലോ, പിന്നെ ആ മാലയൊക്കെ കഴുത്തിലുണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമാണ്. പക്ഷേ വേറൊരു അടയാളമുണ്ട്. ആ അടയാളത്തിൽ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താ സാറേ? അത് കുഞ്ഞിൻ്റെ ഇടത് തോളിൻ്റെ ഭാഗത്തായിട്ട് ഒരു മറുകുണ്ട് എന്ന് പറയാം. ഇത് കേട്ട് അച്യുതൻ ഞെട്ടിപ്പോവാണ്. അപ്പോൾ സാറേ, അങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ മറുകുള്ളത്, കുറേ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ മറുകുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ മറുകുള്ള പെണ്ണുങ്ങളുടെ DNA ടെസ്റ്റ് നടത്തണം. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അറിയാലോ എൻ്റെ മോൾ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. ആണല്ലേ സാറേ? അപ്പോൾ ഞാനേ ഒരു കാര്യം പറയട്ടെ സാറേ, ഒരു യാദൃശികമായ കാര്യം, അതായത് ഒരു സങ്കല്പിച്ച് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താ അച്യുത? അതായത് സാറിൻ്റെ മോളെ സാറ് കണ്ടെത്തിയെന്ന് വിചാരിച്ചോ? പോലീസ് വഴി സാറിൻ്റെ മോളെ സാറ് കണ്ടെത്തി. പക്ഷേ ഇത്രയും വർഷം സാറിൻ്റെ മോളെ നോക്കി നടത്തിയ ആ അച്ഛനമ്മയുണ്ടല്ലോ, ആ അച്ഛനമ്മയ്ക്ക് എപ്പോഴെങ്കിലും സാറിൻ്റെ മോളെ കാണാനായിട്ട് അനുവദിക്കോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവിടെ നിൽക്കാനായിട്ട് വിട്ടുകൊടുക്കോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല കഥ, രസമുണ്ട് കേൾക്കാനായിട്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു കഥയാണെങ്കിൽ കൂടിയും ഞാനതിൻ്റെ സത്യാവസ്ഥ പറയാം. എന്താണ് എൻ്റെ പ്രതികരണം എന്ന് പറയാം. ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഞാൻ. ആര് വളർത്തിയാലും ആര് വളർത്തിയില്ലെങ്കിലും എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല സാറേ. പക്ഷേ ആ കുട്ടിയെ വളർത്തിയത് മറ്റൊരാളാണല്ലോ. പക്ഷെ അവർക്ക് പോലും അറിയില്ലല്ലോ ഇത് ആരുടെ കുഞ്ഞാണ് എന്താണെന്ന് പോലും അറിയില്ല. എന്നിട്ട് ഒരു കുറവും വരുത്താതെ ആ കുട്ടിയെ അത്രയും നല്ല രീതിയിൽ വളർത്തുമ്പോൾ അവർക്കും ഉണ്ടല്ലോ ചെറിയൊരു അവകാശമൊക്കെ. എന്ത് അവകാശം എന്നാ പറയുന്ന വെച്ചതാ? അവർക്ക് ഒരു അവകാശവും ഇല്ല. 10-22 വർഷക്കാലം മോളെ കാണാതെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളില്ല, അവളെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളില്ല. അപ്പോൾ പിന്നെ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടാൻ നേരത്ത് ഞാൻ എന്താ അവളെ ഉപേക്ഷിച്ച് കളയണമെന്നോ അല്ലെങ്കിൽ അവളെ വളർത്തിയവരെ ഇത് ഏൽപ്പിക്കണമെന്നോ? ഒരിക്കലും നടക്കില്ല. 24 മണിക്കൂറും എൻ്റെ മോള് എൻ്റെ അരികിൽ തന്നെ വേണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷേ സാറേ,
മോള് സാറിൻ്റെ മോളാണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. ഒരു കുട്ടിയെ കിട്ടി വളർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. എടോ, അങ്ങനെ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ ആദ്യം പോലീസിനെ അറിയിക്കണമായിരുന്നു. പക്ഷേ അവരത് ചെയ്യാതെ ഏതോ ഒരു കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണോ ശരിയാവുന്നത്? പോലീസിനെ അറിയിക്കണം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കണം. അതിലൊരു ഇതൊക്കെയുണ്ട്, സത്യസന്ധതയുണ്ട്. പക്ഷേ അവർ ചെയ്തതും ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഇനി ആര് വന്നാലും ശരി, എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കില്ല, ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ല. അവളുടെ മനസ്സിലെ ആ ഓർമ്മകളെല്ലാം ഞാൻ വലിച്ചു പറിച്ച് കളയും എന്ന് ഈ സത്യൻ്റെ ആ മറുപടിയൊക്കെ കേട്ട് അച്യുതൻ ഇങ്ങനെ സ്തംഭിച്ചിങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും സത്യം പറയണം, അയ്യോ നമ്മൾ പറഞ്ഞതൊരു കഥയാ, ആ കഥയിൽ നിന്നല്ല ഇതാവ്. കാരണം ഞാൻ അച്യുതനെ വേറെ ടെൻഷൻ അടിപ്പിച്ചല്ലേ, തർക്കിച്ചല്ലേ, നമ്മൾ ഈ കാര്യത്തിൽ തർക്കിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണം. അതെ സാറേ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. അതെ, ഇനി വരുമ്പോൾ ഭൂമിയെ കൂടി കൊണ്ടുവന്നേ. ശരി സാറേ, ഞാൻ ഭൂമിയെ കൂടി കൊണ്ടുവരാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ പടിയിറങ്ങുമ്പോഴും ആകെ ചങ്ക് തകർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ അച്യുതൻ നേരെ വീട്ടിലേക്ക് പോകാതെ പല സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ കറങ്ങാണ്. ഒരു പുഴയുടെ അരികത്ത് ഇങ്ങനെ ഇരുന്നിട്ട് തൻ്റെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ്. മകൾ തന്നെ തൻ്റെ ഒപ്പം നടന്നതും തനിക്ക് ഉമ്മ തന്നതും അങ്ങനെ സന്തോഷകരമായ കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ തൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു കാര്യവും അച്യുതൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. അപ്പോൾ സൗഭാഗ്യവരത്തെ മുത്തശ്ശി കാർഡെല്ലാം ഇങ്ങനെ നോക്കി അവരോട് നോക്കാനൊക്കെ പറയണം. അപ്പോൾ ഈ അഞ്ജന പറയാണ്, ദേ ഈ കാർഡ് കൊള്ളാമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ കാർഡ് ഏതായാലും അമ്മയെ കാണിക്കുന്നു പറഞ്ഞപ്പോൾ അയ്യോ എന്നെ അല്ല മുത്തശ്ശിയെ കാണിക്കും. എൻ്റെ പൊന്നു ഭവാനി, നിനക്ക് ഇതേ ഒരു തൊഴിലുള്ളോ? നീ എന്തിനാ ചുമ്മാ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭവാനി? നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോഴതേ സത്യം വരികയാണ്. വാ കയറി വാ സത്യ. അതെ, കല്യാണ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോളോട് ചോദിച്ചേ നിശ്ചയത്തിന് എത്ര ആൾക്കാർ വേണമെന്ന് ചോദിച്ചപ്പോൾ മോള് പറയുവാണ് 1000 പേര് വരട്ടെ എന്ന്. മോളുടെ ആഗ്രഹമല്ല അമ്മേ, അതങ്ങോട്ട് നടത്തി കൊടുത്തേര്. അപ്പോഴേക്കും അഞ്ജനയാണെങ്കിൽ ഇത് 1000 പേരൊക്കെ വന്നു കഴിയാൻ നേരത്തെ കാണുന്ന ആൾക്കാരൊക്കെ പറയും നമ്മൾ റിച്ച് ഫാമിലിയാണെന്ന്. അങ്ങനെയൊക്കെ പറയണ്ടേ മുത്തശ്ശി എന്ന് പറയണം. നടക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ കല്യാണത്തിന് അപ്പം എത്ര പേരെ വിളിക്കണമെന്നാ? അപ്പം അതിൽ കൂടുതൽ ആൾക്കാരെ വിളിക്കണം, നമ്മുടെ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ഒക്കെ വിളിക്കണമെന്നൊക്കെ മകള് പറയാണ്. എന്താടി എക്സിക്യൂട്ടീവിനെ മാത്രം വിളിച്ചാൽ മതിയോ? അവിടുത്തെ ജോലിക്കാരെ വിളിക്കണ്ടേ? അവിടുത്തെ ജോലിക്കാരുടെ വേർപ്പാണ് നമ്മുടെ കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി അമ്മേ. അപ്പോഴേക്കും ദേ അജയ് വരിക. അപ്പോൾ അജയ് നല്ല പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റപ്പായിട്ട് വരികയാണ്. അപ്പോൾ സദ്യയുടെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് നമുക്ക് ഭൂമിയെ ഏൽപ്പിക്കാം, ഭൂമിക്ക് ഇത്രയും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ഭവാനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഭൂമിയോടൊന്ന് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ എടുത്തു വായിക്കും അജയ്. അതെ, ഭൂമിയോട് തന്നെ പറയണം, ഭൂമിയെ കൊണ്ട് തന്നെ നമുക്ക് സദ്യ ഒരുപ്പിക്കാം. അല്ല, ആദ്യം ഭൂമിയോടൊന്ന് ചോദിക്കട്ടെ, അവളറിയാതെ ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ഭൂമിയെയും ഭൂമിയുടെ കുടുംബത്തെയും കല്യാണം വിളിക്കണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ജനയ്ക്ക് തീരെ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ മുത്തശ്ശി അവരെയൊക്കെ വിളിക്കുന്നത്? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ മുത്തശ്ശി? അവരൊക്കെ പൂവർ ഫാമിലികളല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്നും ചേരുമില്ല മുത്തശ്ശി. അപ്പം അഞ്ജന പറയുന്നൊന്നും കാര്യമായിട്ട് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല നമ്മുടെ മുത്തശ്ശി. അപ്പോഴേക്കും എടുത്ത വായിക്കും നമ്മുടെ അജയ് പറയുകയാണ്, ഭൂമിയെ തീർച്ചയായിട്ടും വിളിക്കണം മുത്തശ്ശി, അവളും കല്യാണത്തിന് വരണം എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എനിക്ക് ഡ്യൂട്ടി ഉണ്ടേ, ഞാനിങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന ഒന്ന് വന്നേ അഞ്ജന, ദേ അജയ് മോളെ വിളിച്ചല്ലേ, ചെല്ലു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതേ ഭൂമി കല്യാണത്തിന് വരും, ഭൂമി നിശ്ചയത്തിന് വരും. നിശ്ചയത്തിന് വരാൻ നേരത്ത് മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഭൂമിയുടെ വിരലിൽ ഞാൻ മോതിരം അണിയിക്കും എന്നിങ്ങനെയും പറയുകയാണ്. ഇത് കേട്ട അഞ്ജനാകെ കിളി പോയൊരവസ്ഥ നിൽക്കുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ SI സാറ് വണ്ടി കയറി ഒറ്റ പോക്കാണ്. അഞ്ജനയ്ക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത കലി തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ്. അപ്പോൾ ഭൂമി ഈ കോഫി ഷോപ്പിൽ ഇരിക്കുകയാണല്ലോ. ആ സമയത്ത് സത്യനങ്ങോട്ട് കയറി ചെല്ലുക. സത്യനങ്ങോട്ട് കയറി ചെന്നിട്ട് സാറോ? വാ സാറേ. എന്താ സാറേ? അല്ല, ഭൂമിയുടെ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. എന്താ സാറേ? സാറ് കളിയാക്കുകയാണോ? കളിയാക്കുന്നല്ല, ഞാനിവിടെ ഒരു ഇടംബരം വന്നതാ. അപ്പോഴാണ് ഭൂമിയുടെ കോഫി ഷോപ്പിൻ്റെ കാര്യം ആലോചിച്ചത്. എങ്കിൽ പിന്നെ ഭൂമിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും ലേറ്റായല്ലോ. എന്താ വീട്ടിലേക്ക് പോകുന്നില്ലേ? പോകണം, കുറച്ച് ജോലിയും കൂടി തിരക്ക് ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഉറക്കമൊന്നും വേണ്ടേ? എന്തിനാ സാറേ ഉറങ്ങുന്നത്?
നമ്മളിനി ഈ ജീവിതം അവസാനിക്കാൻ നേരത്ത് ഇനി അങ്ങോട്ട് ഉറക്കത്തിൻ്റെ നാളുകളാണല്ലോ. അപ്പം പിന്നെ ഇപ്പം എന്തിനാണ് സാറേ ഉറങ്ങുന്നത്? അപ്പോൾ ഉറങ്ങാൻ നന്നായിട്ട് എന്നൊക്കെ ഭൂമി പറയുകയാണ്. അങ്ങനെ ഭൂമിയുടെ അച്ഛനെ ഇന്നെന്നെ കാണാൻ വന്നായിരുന്നു. അച്ഛനോ? അച്ഛൻ കാണാൻ വന്നോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അതെന്താ? ഭൂമിയോട് പറഞ്ഞിട്ടാണോ അച്ഛൻ എവിടെയും പോകുന്നത്? അതെ സാറേ, ഭൂമിയോട് പറഞ്ഞിട്ടാണ് അച്ഛൻ എവിടെയും പോകുന്നത്. ഓ അത് ശരി. അപ്പോൾ അച്ഛൻ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആളാണല്ലേ? തീർച്ചയായിട്ടും, അതിലൊരു സംശയമില്ല സാറേ എന്നവിടെ പറയാം. അങ്ങനെ ഇവരിങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒക്കെ സംസാരിക്കുക. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ശരി മോളെ, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സത്യം നേരെ വണ്ടി കയറി പോവാണ്. പാവം സാറിൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്. ഭാര്യയെയും മകളെയും കാണാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. ദൈവമേ, എങ്ങനെയെങ്കിലും സാറിൻ്റെ മുന്നിൽ മകളെ എത്തിച്ചു കൊടുക്കണേ എന്നൊക്കെയാണ് ഭൂമി പറയുന്നത്. അപ്പോൾ നമ്മുടെ അച്യുതൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പം അച്യുതൻ്റെ ഭാര്യയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അച്യുതനാണെങ്കിൽ ആടി തൂങ്ങി വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ അച്ചുവേട്ടൻ ഇത് എവിടെയായിരുന്നു? ഇത്ര ലേറ്റായി? ലേറ്റായോ? ഞാൻ എവിടെയായിരുന്നു? ഒരുപാട് ലേറ്റായോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ചുവേട്ടൻ എന്താ പറ്റിയത്? ഇന്ന് അയാളെ കണ്ടോ? അത് ഭൂമിയുടെ അച്ഛനാണെന്ന് തന്നെ ഉറപ്പിച്ചോ? അതെ, അത് ഭൂമിയുടെ അച്ഛൻ തന്നെയാണ്. അച്ചുവേട്ടാ, അതെ, അത് ഭൂമിയുടെ അച്ഛൻ തന്നെ, അതിലൊരു സംശയവുമില്ല. എല്ലാ തെളിവുകളോടും കൂടി തന്നെ ഭൂമിയുടെ അച്ഛനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പേരെന്താ? അദ്ദേഹം ആരാണ്? അതൊന്നും അറിയണ്ട. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിനി ഭൂമിയെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞതെന്നറിയാവോ? എൻ്റെ മോളെ വളർത്തിയത് ആരാണെങ്കിലും ശരി, എൻ്റെ മോളെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. അതേപോലെ തന്നെ ആയിരിക്കും ഇനി നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെന്ന സമയത്താണ് ഭൂമി വരുന്നത്. അപ്പോൾ ഭൂമിയുടെ പിന്നാലെ ആ കാറും ഉണ്ട്, നമ്മുടെ അച്യുതൻ്റെ കാറ്. അപ്പോൾ കാറ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു ചേച്ചി, അച്ഛനോടെ വേറെ കാറ് മാറി മേടിക്കാൻ പറ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്യുതനും ഇറങ്ങി വരിക. അച്യുതൻ പറഞ്ഞിട്ട് അയ്യോ എൻ്റെ കാറ് വന്നല്ലോ അച്ഛൻ ഇവർ പറയുന്നത് കേട്ടില്ലേ, അച്ഛനെ മാറ്റി വേറൊരു അച്ഛനെ മേടിക്കാനായിട്ട് പുതിയത്. ആണോ മോളെ? അങ്ങനെ മോൾക്ക് പുതിയൊരു അച്ഛനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനെ മറക്കോ? എൻ്റെ പൊന്നച്ഛ, നിങ്ങൾ എന്നെ വെറുതാലും എനിക്ക് അങ്ങനെ ഒരു സാഹസത്തിന് മുതലുമില്ല. എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണ് വലുത് എന്ന് പറയാണ്. കണ്ടോ എൻ്റെ മോള് പറഞ്ഞത് കണ്ടില്ലേ? അങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ ഈ അച്യുതനും മോളും കൂടി നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പാക്ക് ചെയ്തെല്ലാം സാധനങ്ങൾ വെച്ചത്. എന്താ അമ്മേ ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്, ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇതെല്ലാം മോളുടെ അച്ഛൻ പറഞ്ഞിട്ടാ മോളെ, നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നു. എന്താ അച്ഛൻ പറയുന്നത്? നമ്മൾ നാട്ടിലേക്ക് പോകുന്നെന്നോ? അതെ, നാട്ടിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം. അപ്പം ഇത് കേട്ട് ഭൂമി ആകെ ഞെട്ടി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.